എട്ടാം ശമ്പള കമ്മീഷനെക്കുറിച്ചും വരാനിരിക്കുന്ന ശമ്പള വർധനവിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമാണ്. ഹോളിക്ക് മുൻപ് DA വർധനവ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ ഏകദേശം 30% വർധനവ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടി ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചതുപ്രകാരം ജനുവരിയിൽ പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാകേണ്ടതായിരുന്നു. എന്നാൽ ഫെബ്രുവരി അവസാനിക്കാറായിട്ടും പുതിയ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുതിയ ശമ്പള കമ്മീഷനെക്കുറിച്ചും ശമ്പള വർധനവിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമാണ്. ഡിസംബറിലെ ഉപഭോക്തൃ വില സൂചിക 148.2 പോയിന്റിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കൂടാതെ പണപ്പെരുപ്പ സൂചിക നവംബറിൽ 0.5 പോയിന്റും ഒക്ടോബറിൽ 0.4 പോയിന്റും വർദ്ധിച്ചു. ഇതെല്ലാം ക്ഷാമബത്ത പരിഷ്കരിക്കുന്നതിൽ നിർണായകമാകും. നിലവിൽ 58% കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA. എന്നാൽ പണപ്പെരുപ്പ ഡാറ്റയും കണക്കുകളും അടിസ്ഥാനമാക്കി ഇത് 60% ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹോളിക്ക് മുൻപ് DA വർധനവ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ജീവനക്കാർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ വലിയ തുക ലഭിക്കും. അതേസമയം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിൽ ഏകദേശം 30% വർധനവ് ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജീവനക്കാരുടെ സംഘടനകൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണിത്. 2.57 ആയിരുന്നു ഏഴാം ശമ്പള കമ്മീഷനിലെ ഫിറ്റ്മെന്റ് ഫാക്ടർ. എന്നാൽ എട്ടാം ശമ്പള കമ്മീഷനിൽ ഇത് 3.68 ഉയർത്തണമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർത്തുന്ന പക്ഷം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനവുണ്ടാകും. 18,000 രൂപയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം. പുതിയ കമ്മീഷൻ ശുപാർശകൾ അംഗീകരിക്കപ്പെട്ടാൽ ഇത് 25,000 രൂപ മുതൽ 30,000 രൂപ വരെയായി ഉയരാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻകാർക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ആനുകൂല്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ പെൻഷൻ തുകയിലും വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.